ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് സ്റ്റുഡിയോയാണ്. വിസ്മയുടെ ഡയറക്ടർ വിളിച്ചത് പ്രകാരം അകത്തേക്ക് വരികയാണ് GK സാറും പ്രൊഡ്യൂസറും. അവരെ കണ്ടയുടൻ പേടിയോടെ തിരിഞ്ഞു നിൽക്കുകയാണ് ശ്യാമ. തുടർന്ന് അവർ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിലേക്ക് കയറാൻ ഒരുങ്ങുമ്പോഴേക്കും അഖിലിന്റെ കോള് വരികയാണ് GK സാറിന്. അഖിൽ ശ്യാമ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ശ്യാമ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും അടുത്ത് അനുഗ്രഹം വാങ്ങാൻ പോയിരിക്കുകയായിരിക്കുമെന്നും ഞാൻ എന്താണെങ്കിലും ശ്യാമയും കൂട്ടിക്കൊണ്ട് വരാമെന്നും അഖിൽ പറയുന്നു. ഇത് കേൾക്കുന്ന GK പറയുകയാണ്, ശ്യാമ കാരണം ഇത് എത്രാമത്തെ വട്ടമാണെന്നറിയുമോ ഈ റെക്കോർഡിംഗ് മുടങ്ങുന്നത്? എത്രയും പെട്ടെന്ന് അഖിൽ കൂട്ടിക്കൊണ്ട് വരാൻ നോക്ക്. അത്രയും പറഞ്ഞ് GK സാറ് ദേഷ്യത്തോട് കോള് കട്ട് ചെയ്യുകയാണ്. തുടർന്ന് അവിടെയുള്ളൊരു പ്രൊഡ്യൂസർ ചോദിക്കുകയാണ്, എന്താ സാർ, എന്ത് പറ്റി? ഒരു പുതിയ ഗായികയാണ്, ഒന്ന് അവസരം കൊടുത്തപ്പോൾ ആൾക്ക് ഒന്നിനും സമയമില്ല പോലും. എന്തു ചെയ്യാനാ? നിങ്ങളുടെ റെക്കോർഡിംഗ് എന്താണെങ്കിലും നടക്കട്ടെ, എനിക്കല്പം തിരക്കുണ്ടെന്ന് പറഞ്ഞ് GK സാറും ആ പ്രൊഡ്യൂസറും കൂടി പുറത്തേക്ക് ഇറങ്ങുകയാണ്. അതേസമയം ഇതൊക്കെ കണ്ട് ആകെ വിഷമത്തോടെ നിൽക്കുകയാണ് ശ്യാമ. എൻ്റെ കണ്ണ, ഞാൻ കാരണം എല്ലാവരും വിഷമിക്കുകയാണ്, ഞാനിപ്പോൾ എന്താ ചെയ്യുക? പിന്നീട് കാണിക്കുന്നത് അഖില് ആനന്ദ നിലയത്തിൽ എത്തിയിരിക്കുന്നതാണ്. അഖിലിനെ കണ്ടയുടൻ തന്നെ അമൃത അഖിലിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. ഏട്ടത്തി, ശ്യാമ എങ്ങാനും ഇവിടെ വന്നിരുന്നോ എന്ന് അഖില് ചോദിക്കുമ്പോൾ ഇല്ല, എന്താ, എന്തു പറ്റിയെന്ന് അമൃത ചോദിക്കുന്നു. ഞാനൊന്ന് പോയി അച്ഛനെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ് അഖില് അകത്തേക്ക് ഓടി കയറുകയാണ്. ഇതൊക്കെ കാണുന്ന ഐശ്വര്യ പറയുകയാണ്, എന്തോ പറ്റിയിട്ടുണ്ടല്ലോ, എന്താണെന്നൊന്നും മനസ്സിലാകുന്നില്ല. അത്രയും പറഞ്ഞ് ഐശ്വര്യ നേരെ വസുന്ധരയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അമ്മേ, ഒരത്ഭുതം നടന്നിരിക്കുന്നു. എന്തത്ഭുതം? നീ മനസ്സിലാകുന്ന തരത്തിൽ കാര്യം പറയാൻ വസുന്ധര പറയുമ്പോൾ ഐശ്വര്യ പറയുകയാണ്, അമ്മേ, അഖി വന്നിട്ടുണ്ട്. എൻ്റെ അഖിമോൻ വന്നോ എന്ന് ചോദിച്ച് വസുന്ധര പുറത്തേക്ക് ഇറങ്ങാൻ ഒരുങ്ങുമ്പോൾ ഐശ്വര്യ പറയുകയാണ്, അമ്മേ, എന്തോ പ്രശ്നമുണ്ട്. അവൻ വന്നയുടൻ ശ്യാമയുടെ വന്നോ എന്നാ ചോദിച്ചത്. എന്നിട്ട് അച്ഛൻ്റെ അടുത്തേക്ക് ഓടി ചെന്നിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, അവിടെ കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന്. എന്തായിരിക്കും കാര്യമെന്ന് വസുന്ധര പറയുമ്പോൾ ഐശ്വര്യ പറയുകയാണ്, എന്തെങ്കിലും ആകട്ടെ, എന്താണെങ്കിലും അഖി വീട്ടിൽ വന്നല്ലോ, അത് തന്നെ ധാരാളം. ഇനി എന്താണെങ്കിലും അമ്മ അവനെ ഇവിടെ നിന്ന് പോകാൻ അനുവദിക്കരുത്. എന്തെങ്കിലും പറഞ്ഞ് പിടിച്ചു നിർത്താൻ പറഞ്ഞ് ഐശ്വര്യ വസുന്ധരയും കൂട്ടിക്കൊണ്ട് അഖിലിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. പിന്നീട് കാണിക്കുന്നത് ആനന്ദവർമ്മയും അഖിലിനെയുമാണ്. ശ്യാമ മിസ്സിംഗ് ആയ കാര്യം അഖില് വർമ്മയോട് പറയുമ്പോൾ വർമ്മ പറയുകയാണ്, നീ ടെൻഷൻ ആകാതെ, ശ്യാമ എവിടെ പോയി കാണും? ഇത് കേട്ടുകൊണ്ടുവരുന്ന വസുന്ധര പറയുകയാണ്, അവൾക്കിപ്പോൾ മനസ്സിലായി കാണും, അവള് ഇവന് യോജിച്ച ഭാര്യയല്ലെന്ന്, അതുകൊണ്ടാ പോയത്. തുടർന്ന് അഖിലിന്റെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങിയിട്ട് വസുന്ധര സ്വിച്ച് ഓഫ് ചെയ്യുകയാണ്. എന്നിട്ട് പറയുക, ഇതിനി എൻ്റെ കയ്യിലിരിക്കട്ടെ, അവളെങ്ങാനും വിളിച്ച് കരഞ്ഞു കാണിച്ചാലേ ഇവൻ വീണ്ടും അവളുടെ പിന്നാലെ പോകും. ഇനി എന്താണെങ്കിലും ഞാൻ നിന്നെ എങ്ങോട്ടേക്കും വിടില്ലെന്നും വസുന്ധര പറയുന്നു. അമ്മേ, എനിക്ക് പോയേ പറ്റൂ, കാര്യമൊന്നമ്മ മനസ്സിലാക്കാൻ അഖില് പറയുമ്പോൾ വസുന്ധര പറയുകയാണ്, എനിക്ക് നീ പറയുന്നതൊന്നും കേൾക്കണ്ട. അതേസമയം ആനന്ദവർമ്മയും വസുന്ധരയോട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പറ്റില്ല, ഞാൻ ഇവനെ എങ്ങും വിടില്ലെന്ന് തന്നെ വസുന്ധര പറയുന്നു. പിന്നീട് കാണിക്കുന്നത് റെക്കോർഡിംഗ് സ്റ്റുഡിയോയാണ്. ഇതുവരെ അരുന്ധതി സ്റ്റുഡിയോയിൽ എത്തിയിട്ടില്ല. വിസ്മയ, റെക്കോർഡിംഗ് ഇനിയും താമസിക്കാൻ പറ്റില്ല, തൻ്റെ അമ്മ ഇതുവരെ വന്നില്ലല്ലോ. അതേസമയം വിസ്മയ അരുന്ധതിയുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ടെങ്കിലും അരുന്ധതി കോൾ എടുക്കുന്നില്ല. എൻ്റെ കൃഷ്ണ, ഞാനിപ്പോൾ എന്താ ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് വിഷമത്തോടെ നിൽക്കുകയാണ് ശ്യാമ. അതേസമയം അരുന്ധതി അങ്ങോട്ടേക്ക് വരുന്നു. ക്ഷമിക്കണം, റോഡിലൊരു ചെറിയ ആക്സിഡന്റ്, അതാ താമസിച്ചത്. തുടർന്ന് തൻ്റെ ബാഗിൽ നിന്നും പർദ്ദ എടുത്തിട്ട് അരുന്ധതി പറയുകയാണ്, മോൾക്ക് ഇതിടാനൊന്ന് സമയം കൊടുക്കണം. ഇതെന്തിനാണെന്ന് പ്രൊഡ്യൂസർ ചോദിക്കുമ്പോൾ അത് പിന്നെ മോളുടെ സൂയിസൈഡ് അറ്റംപ്റ്റ് കേസായിരിക്കുകയാണ്, അതുകൊണ്ട് ഇനിയും പ്രശ്നമൊന്നും ഉണ്ടാകാതിരിക്കാനാണ്. അത്രയും പറഞ്ഞുകൊണ്ട് ശ്യാമയും വിളിച്ചുകൊണ്ട് വിസ്മയ അരുന്ധതിക്കൊപ്പം പോവുകയാണ്. തുടർന്ന് ശ്യാമ പോയി പർദ്ദ ഇട്ടുകൊണ്ട് വരികയാണ്. തുടർന്ന് അരുന്ധതി പറയുകയാണ്, ഞങ്ങൾ പാട്ടുപാടി കഴിഞ്ഞ് വരുന്നതുവരെ മോള് ആ ഡ്രസ്സിംഗ് റൂമിൻ്റെ അകത്ത് ഒളിച്ചു നിൽക്കണം. അത്രയും പറഞ്ഞുകൊണ്ട് അരുന്ധതി ശ്യാമയും കൂട്ടിക്കൊണ്ട് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് GK സാറിനെയാണ്. അഖിലിനെ വിളിച്ചിട്ട് സ്വിച്ച് ഓഫ് ആണെന്നും ആരെ വിളിച്ചിട്ടും കിട്ടുന്നില്ലല്ലോ എന്നും GK സാർ പറയുമ്പോൾ പ്രൊഡ്യൂസർ പറയുകയാണ്, അവരെ രണ്ടുപേരുടെയും കൂടി ഒത്തുകളിയായിരിക്കും പൈസ അടിച്ചെടുക്കാൻ. എന്താണെങ്കിലും ഈ GK ആരാണെന്ന് ആ ശ്യാമ അറിയാൻ പോകുന്നതേ ഉള്ളൂ. ഇനി അവള് ആർക്കു വേണ്ടിയും പാടാനേ പോകുന്നില്ല. അതേസമയം ആനന്ദ നിലയത്തിൽ ടെൻഷനോടെ ഇരിക്കുകയാണ് അഖിലും മറ്റുള്ളവരും. തുടർന്ന് വസുന്ധര പറയുകയാണ്, നീ എൻ്റെ അടുത്തേക്ക് തന്നെ വരുമെന്ന് എനിക്ക് സത്യം ചെയ്തു തരികയാണെങ്കിൽ ഞാൻ നിന്റെ ഫോൺ തരാം, നിന്നെ പോകാൻ അനുവദിക്കുകയും ചെയ്യാം. അഖില് സത്യം ചെയ്യാനെന്ന വ്യാജേന തൻ്റെ കൈ വസുന്ധരയ്ക്ക് നേരെ കൊണ്ടുപോയിട്ട് തൻ്റെ ഫോണും എടുത്തുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. പോകുന്ന വഴി ശ്യാമയും കൊണ്ട് വരികയാണെന്ന് GK സാറിനെ വിളിച്ചു പറയുന്നു. പിന്നീട് കാണിക്കുന്നത് സ്റ്റുഡിയോയാണ്. അങ്ങനെ വിസ്മയ്ക്ക് വേണ്ടി അമ്മ പാട്ട് പാടുകയാണ്. പാട്ട് പാടിക്കഴിഞ്ഞ് ടെൻഷനോടെ ഇറങ്ങി വരുന്ന ശ്യാമയാണ് കാണിക്കുന്നത്. അതേസമയം വിജയ് ഭാവത്തിലുള്ള അരുന്ധതിയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.